ഹലോ ഗൈസ്, അപ്പൊ നമ്മള് പുതിയ സ്കൂട്ടി വാങ്ങാൻ പോവാണ്. ഏത് ബ്രാൻഡായിരുന്നു? ജൂപ്പിറ്റർ 125 ആട്ടോ സ്കൂട്ടി. അപ്പൊ സ്കൂട്ടി വാങ്ങാൻ പോവാന്നിട്ട് പുതിയ സ്കൂട്ടി ആയിട്ട് ഇറക്കിയാൻ പോണേ. പിന്നെ ലിഫ്റ്റ് അടിച്ച് പോലും കേസൊന്നുമില്ല. ബോക്സിംഗ് ക്ലാസ്സിന് അവിടെ ഇവിടെ വെക്കാം. ഫുള്ള് സ്വന്തം വണ്ടിയിലൊക്കെ പോവാ. നമ്മളെ മാമന്റെ ഓട്ടോറിക്ഷയിലാട്ടോ അത് പോകുന്നത്. ഇപ്പൊ മോനുണ്ട്, അനിയൻ ഇതാ മുന്നിലാകുത്തിരിക്കുന്നത് വണ്ടിന്റെ മുന്നില്. അപ്പൊ ഇതാണ് വണ്ടി. ഇനി ലിഫ്റ്റ് അടിച്ച് പോക്കൊന്നുമില്ല, സ്വന്തം വണ്ടി കയറുക പോവുക. ബോക്സിംഗ് ക്ലാസ് ആയാലും സ്കൂൾ ആയാലും ഒക്കെ ഇനി ലിഫ്റ്റ് അടിയോ കേസൊന്നുമില്ല, വണ്ടി എടുക്കുക പോവുക. അപ്പൊ ഉമ്മ പുതിയ വണ്ടി എടുത്തേക്ക് ഇതാണ്. അപ്പൊ ഇതാണ് കേസ്. വണ്ടി ഓഫ് ആയിട്ട് ഓട്ടോമാറ്റിക് വീണ്ടും നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുക. സെൽഫ് അടിക്കേണ്ട ആവശ്യമില്ല. റൈറ്റ് ഡിമ്മ് ബ്ലോക്കിൽ വണ്ടി നിർത്തി നമ്മൾ ഓണാക്കിയിട്ട് നിൽക്കുന്നുണ്ട്. ഇവരാണ് നമ്മുടെ വണ്ടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അസീബ്ക്ക TVS ഷോറൂമില് പോയി റൈഡർ കണ്ടാത്തി. ഇന്നാണ് ഇഞ്ച സ്കൂളിൽ ഫ്രഷേഴ്സ് ഡേ. അപ്പൊ ഫ്രഷേഴ്സ് ഡേന്റെ ഒരു കിടക്കാച്ചി വ്ലോഗും കാര്യങ്ങളൊക്കെ വരും. നിങ്ങളെല്ലാവരും കാണണം. അടിപൊളി വ്ലോഗായിരിക്കും. എന്താ പറയാ, കേരളത്തില് ഇതുവരെ കാണാത്തൊരു സാധനമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. +2 തരുന്ന ഫ്രഷേഴ്സ് ഡേ മുഴുവൻ ഒരു വ്ലോഗായിട്ട്, അത് ഒരു ഗവൺമെൻറ് സ്കൂളായ ഞാൻ പഠിക്കുന്ന പാവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 നടത്തുന്ന ഫ്രഷേഴ്സ് ഡേ ഫുൾ ഒരു വ്ലോഗായിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. എല്ലാവരും കാണണം. അടിപൊളി വണ്ടിട്ടോ. സത്യം പറയാനോ ഓടിക്കാൻ പുതുമൻ്റെ ആ ഒരു സംഭവമുണ്ട്. നല്ല രസമുണ്ട്, ഇഷ്ടമായി. പിന്നെ ഞാളിപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ നിർത്തിയതാണ്. അടിപൊളി. ഹലോ ഗായ്സ്, അപ്പൊ ഇതാ പുതിയ വണ്ടിയൊക്കെ സെറ്റ് ആക്കി നമ്മളെ ചെക്കന്മാരെയും കിട്ടി. വരുന്ന വൈകി ഇവനാക്കി പൊക്കി. ഇനിയിപ്പോ സ്കൂളിൽ പോയിട്ട് ഫ്രഷേഴ്സ് സെറ്റ് ആക്കണം അല്ലേ? അപ്പൊ ഇതാണ് കാർത്തിക് സൂര്യ, ഇത് നമ്മളെ വേദിക് ബ്രോ. ഹായ് പറയും. ഹായ്. ഇവ സിഗ്ബ ബോയ് കേട്ടോ. ഇവ പിന്നെ സിഗ്ബ ഒന്നല്ല, ഞാൻ പാവാണ്. അതെ ഇതാ വണ്ടി അവിടെ ഉണ്ട് ഇന്ന്. അപ്പൊ ഗൈസ്, ഫ്രഷേഴ്സ് ഡേന് മൈക്കും കാര്യങ്ങളൊക്കെ പോരേലാണ്. പോരന്റെ താക്കോലാണ് എക്കാക്കേണ്ടത്. അതാ വരുന്ന പോയ. ഹായ് ബ്രോ. ജപ്പാന്റെ പെങ്ങളെ മോന്റെ പിറന്നാളാണെന്ന്. ഓന് വലിയ മോഡലൊക്കെ ആകാനാണ് ആഗ്രഹം. ഓന്റെ വിഷ്വൽസ് ഒക്കെ ഞാൻ വ്ലോഗിൽ ആഡ് ചെയ്യാം. അപ്പൊ എല്ലാവരും കമന്റില് ഹാപ്പി ബർത്ത്ഡേ മുവാദു എന്ന് വിഷ് ചെയ്യാം കേട്ടോ. അപ്പൊ മുവാദെ, ഹാപ്പി ബർത്ത്ഡേ ടു യു. എൻജോയ് ഡാ. അപ്പോൾ ഗൈസ്, പുതിയ സ്കൂട്ടി മാത്രമല്ല, ഞാൻ പുതിയ ഹെയർ കട്ടും പിന്നെ ഡ്രസ്സൊക്കെ എടുക്കാൻ പോവാണ്. ഉസ്മാൻ ഭായ് ആണ് നമ്മളെ ഹെയർ കട്ടൊക്കെ ചെയ്ത് സെറ്റായാൽ മതി. ഗൈസ്, ലുക്കാൻ പോവാണ് ഗൈസ്. പുതിയ വണ്ടി എടുത്ത് ഹെയർ സ്റ്റൈൽ കൂടി ആയാൽ ഹൈറായി. ഇനിയിപ്പോൾ ഡ്രസ്സ് വിട്ടാൽ നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിൽ പോയിട്ട് വേണം ഒന്ന് കളറാക്കാൻ. സ്കൂളിൽ ബ്ലോഗ് എടുത്ത മാതിരി അല്ല കേട്ടോ, കല്യാണം നമുക്ക് എന്ത് കളിയും കളിക്കാം. അവിടെ സാറുമാരുണ്ടാവില്ല, ടീച്ചർമാരുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ പട്ടർവാലം XM ബ്യൂട്ടീഷ്യനിലാണുള്ളത്. ഉസ്മാൻ ഖാനാണ് ഹെയർ കട്ടൊക്കെ ചെയ്തത്. ഓക്കെ, ഫുള്ള് ലുക്കായി ഗൈസ്, സെറ്റായി. അപ്പോൾ ഗൈസ്, ഉസ്മാൻ ഖാൻ ഹെയർ കട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി. ബൈ ബൈ ബൈ. അപ്പോൾ ഗൈസ്, കുറച്ച് ദിവസം മുന്നേ സുമതി വളവ് എന്നുള്ളൊരു ഹൊറർ ചിത്രം കാണാൻ പോയിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു നല്ല സിനിമയായിരിക്കുന്നു. പക്ഷേ സത്യം പറയാലോ, വെറുതെ ടിക്കറ്റിൻ്റെ പൈസ പോയി. നിങ്ങൾ ഒരിക്കലും അത് തിയേറ്ററിൽ പോയി കാണരുത്. സുമതി വളവ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തീരെ ഇഷ്ടമായില്ല. ഇൻ്റർവെല്ലിന് ശേഷം കുറച്ച് ചിരിക്കാനുള്ള സീനുകൾ ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക, 90s ഉള്ള സിനിമയിലൊക്കെ മാതിരിയുള്ള പാട്ടിന് കൂടെ അതിൻ്റെ ഡാൻസും ഈ സിനിമ കണ്ടാൽ ഫുള്ള് ഡാൻസും പാട്ടും ആയിരുന്നു. പിന്നെ പ്രേതം വരുമ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതും സുമതി എന്ന് പറഞ്ഞ വളവിൽ പിന്നെ വൈറ്റ് കണ്ണാവുന്നതും അതൊക്കെയാണ് പേടിക്കാനുള്ള പ്രേതം എന്ന് പറയുന്നത്. തീരെ എന്താ പറയുക, എനിക്ക് തീരെ ഇഷ്ടമായില്ല സിനിമ. അപ്പോൾ ഗായ്സ്, കീപ് ഇൻ മൈൻഡ്, സുമതി വളവ് സിനിമ മസ്റ്റ് വാച്ച് അല്ല.
അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. നാളെയാണ് എൻ്റെ സുഹൃത്തിൻ്റെ കല്യാണം. അപ്പോൾ കല്യാണത്തിന് പോകാൻ ഇവിടുന്ന് 2 മണിക്കൂർ ഡ്രൈവാണ്. അപ്പോൾ 2 മണിക്കൂർ ഡ്രൈവൊക്കെ പോയി അങ്ങ് ഒരുപാട് ദൂരെയാണ്. കറക്റ്റ് സ്ഥലത്തിൻ്റെ പേരൊക്കെ അടുത്ത വ്ളോഗിൽ പറയുന്നുണ്ട്. അവിടെ പോയിട്ട് കല്യാണം കൂടണം, അതിൻ്റെ വ്ളോഗ് അടിച്ചു പൊടിക്കണം, കല്യാണം ഒന്ന് കളറാക്കണം. അപ്പോൾ സ്റ്റേ ട്യൂൺ, ആ വീഡിയോസ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ.